ശരിക്കും ഒരു എഡിറ്റർ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്താ? ചെയ്യുന്ന ജോലി ഭയങ്കര, എനിക്ക് പരിചയമുള്ള കുറേ എഡിറ്റേഴ്സിന് ഒരുപാട് മറ്റേ BP ഇഷ്യൂസ്, ഉറക്കം ഉണ്ടാവില്ല മിക്കവാറും ആൾക്കാർക്ക്. പിന്നെ 24 hours വർക്ക് ചെയ്യേണ്ടി വരും. ഞാൻ ഇപ്പോൾ ചെയ്യാറില്ല, ഞാൻ നിർത്തി. എനിക്ക് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനുള്ള പൈസ കിട്ടുന്നില്ല ഇവിടെ. വളരെ കുറച്ച് ആൾക്കാർക്ക് ഒരു എന്താ പറയുക, ഇപ്പോൾ ഒരു 90 എഡിറ്റേഴ്സൊക്കെ ഉണ്ടാവും അല്ലേ നമ്മുടെ അസോസിയേഷനിൽ. അതിൽ പ്രോപ്പറായിട്ട് ജോലി ചെയ്ത് കാശ് കിട്ടുന്ന ഒരു 5 പേരോ 6 പേരോ ഉണ്ടാവുള്ളൂ. ബാക്കി ആൾക്കാരും വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കൊന്നും അതിനുള്ള ഒരു എന്താ പറയുക, അവർ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറയും 1 ലക്ഷം രൂപയ്ക്ക് എഡിറ്റ് ചെയ്യാൻ പറഞ്ഞാൽ 1 ലക്ഷം രൂപയ്ക്ക് പോയിട്ട് എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവർക്ക് വേറെ മാർഗ്ഗമില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. പക്ഷേ പണി അവർക്ക് 15 ലക്ഷത്തിൻ്റെ പണി തന്നെ ഉണ്ടാവും. അതാണ് എനിക്ക് തോന്നുന്നത് ഇവിടുത്തെ ഒരു പ്രശ്നം. നമ്മുടെ വർക്ക് തീരുന്നത് ഡയറക്ടർ കൺവിൻസ് ആകുമ്പോഴാണ്. എപ്പോഴാണ് കൺവിൻസ് ആകുന്നത് അന്നേരം തീരത്തുള്ളൂ. അതുവരെ നമ്മളിത് ഇപ്പോൾ ഒരു അഗ്രിമെൻറ്റ്സ് വയ്ക്കുന്നുണ്ട്. ഇപ്പോൾ അടുത്തൊരു അഗ്രിമെൻറ്റ് വന്നു ഒരു പ്രൊഡക്ഷൻ ഹൗസിൽ നിന്ന്. ഡയറക്ടർ കൺവിൻസ് ആവുന്നവരെ എഡിറ്റ് ചെയ്യണം. പ്രൊഡ്യൂസറിൻ്റെ ആൾക്കാരോ പറയുന്ന പോലെ അവർക്ക് തീരുന്നവരെ എഡിറ്റ് ചെയ്യണം. വല്ല കൊടുങ്കാറ്റോ ഭൂമികൾക്കോ എന്തുണ്ടായിട്ട് എത്ര കാലം നീണ്ടുപോയാലും എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലും എഡിറ്റ് ചെയ്യണം. ഞാനോ എൻ്റെ അസിസ്റ്റൻസോ ആരെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ അവർ ചോദിക്കുന്ന അത്രയും നഷ്ടപരിഹാരം കൊടുക്കണം. ഞാൻ വിളിച്ചിട്ട് ചോദിച്ചു, ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏതെങ്കിലും നാട്ടുരാജാവായിട്ട് ഉണ്ടാക്കിയ അഗ്രിമെൻ്റ് ആണെന്ന് ചോദിച്ചു. എടുത്തോടെ ഓടാൻ പറഞ്ഞു. അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവും. ആ പടം നടന്നോ? അല്ല, ആ പടം ആരാ എഡിറ്റ് ചെയ്ത്? അത് എഡിറ്റ് ചെയ്ത് എഗ്രിമെൻ്റൊക്കെ മാറ്റിച്ചു.